തെറ്റ് ചെയ്യാത്ത അധ്യാപകനാണോ അതോ ഒന്നും അറിയാത്ത ആ പെൺകുട്ടിയാണോ? വ്യാജ വാർത്തകൾക്കെതിരെ അനുസ്യൂതം വിസ്മയ ന്യൂസിന്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് RRV ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കിളിമാനൂരാണ്. ഈ സ്കൂളിന്റെ ഒരു പ്രത്യേകത പറയാനല്ല നമ്മളിവിടെ നിൽക്കുന്നത്. ഈ സ്കൂളിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു വ്യാജ പീഡന പരാതി ഉയർന്നിരുന്നു ഒരു അധ്യാപകനെതിരെ. രണ്ടുപേരാണ് ഇവിടെ ഇരയാക്കപ്പെട്ടിരിക്കുന്നത്. ഒരു അധ്യാപകനും ഒരു തെറ്റും ചെയ്യാത്തൊരു അധ്യാപകനും ഒരു തെറ്റും ചെയ്യാത്തൊരു വിദ്യാർത്ഥിനിയും. +1 അഡ്മിഷൻ എടുക്കാൻ മാത്രം കണ്ടുമുട്ടിയ ഒരു വിദ്യാർത്ഥിനിയെ കുറിച്ച് ഈ സ്കൂളിന്റെ മാനേജ്മെന്റും അവിടുത്തെ അധ്യാപകരും തമ്മിലുള്ള കുടിപ്പകയുടെ പേരിൽ ഒരു അധ്യാപിക നടത്തിയ പരാതിയുടെ പ്രശ്നത്തിലാണ്, പരാതിയിന്മേലാണ് ഇങ്ങനെയുള്ള വ്യാജ പരാതികളെല്ലാം പിന്നീട് പുറകെ വന്നത്. തീർച്ചയായിട്ടും ഒരു പിന്നോക്ക വിഭാഗത്തിൽ പെൺകുട്ടിയായിരുന്നു ഈ പരാതിക്കിരയായത്. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് പുറംലോകം അറിഞ്ഞത്. അതുകൂടാതെ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ഇത് പൊക്കിയെടുത്തുകൊണ്ട് വരികയും ചെയ്തിരുന്നു. നമ്മൾ ആ കേസിന്റെ വിശദാംശങ്ങളിലേക്കല്ല ഇപ്പോൾ പോകുന്നത്. ആ കേസിന്റെ വിശദാംശം എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ മാനേജ്മെന്റും അവിടുത്തെ ഭൂമി ഇടപാടുകളും തമ്മിൽ, അല്ലെങ്കിൽ ആ സ്കൂൾ മാനേജ്മെന്റും അവിടുത്തെ അധ്യാപകരും തമ്മിൽ കാലങ്ങളായി നിന്ന ഒരു ഭൂമി തർക്കം, വഴക്ക്, അതിന്റെ ഒരു ഇരയായി മാറുകയായിരുന്നു ഇവിടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനും ഇവിടെ അഡ്മിഷൻ എടുത്തു വന്ന പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയും. ഒരു തെറ്റും ചെയ്യാത്ത, ഈ സ്കൂളിന്റെ കഥകളൊന്നും അറിയാത്ത ഒരു വിദ്യാർത്ഥിനി. അവളെ പീഡിപ്പിച്ചു, ആ അധ്യാപകൻ പീഡിപ്പിച്ചു എന്നുള്ളൊരു വ്യാജ വാർത്തയാണ്, അല്ലെങ്കിൽ ഒരു വ്യാജ പരാതിയാണ് ഇവിടുത്തെ അധ്യാപിക പോലീസിൽ അറിയിച്ചത്. എന്നാൽ പോലീസ് അത് കണ്ടെത്തി അതൊരു വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തുകയും ആ അധ്യാപകനെ എതിരെയുള്ള പരാതികൾ പിൻവലിക്കുകയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പരാതികൾ വ്യാജമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. എന്നാൽ ഈ അധ്യാപികയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം അവരെ ജാമ്യത്തിൽ വിട്ടു. പക്ഷെ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആകെ ചെയ്തിരിക്കുന്ന നിസ്സാരമായ പോക്സോ വകുപ്പുകൾ ചുമത്തി അവരെ കുറച്ച് നാൾ ഒളിവിൽ ഇരുന്നു. അവർ ജയിലിൽ പോയിട്ടില്ല. നമ്മുടെ നാടിന്റെ നീതി ഇതാണോ? ഒരു പ്രമാദമായ തിരുവനന്തപുരത്തെ കിളിമാനൂരുള്ള വളരെ പ്രശസ്തമായ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിക്ക് സംഭവിച്ച ദുരന്തമാണിത്. പീഡനം എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമല്ല. ആ പെൺകുട്ടി മാനസികമായി തകർന്നു പോയ അവസ്ഥയായിരുന്നു. അവൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ഒരു വർഷം അവളുടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിന് കാരണക്കാരാരാണ്? തെറ്റ് ചെയ്യാത്ത അധ്യാപകനാണോ അതോ ഒന്നും അറിയാത്ത ആ പെൺകുട്ടിയാണോ? ആ ഏകജാലക പ്രവേശനം നേടി ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത ആ പെൺകുട്ടിയാണോ ഇതിന്റെ കാരണക്കാരി? അല്ല. നിസ്സാര പകയുടെ പേരിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് പന്താടാൻ കാണിച്ച അവരുടെ മനോധൈര്യം, ഈ അധ്യാപികയുടെ, ഇപ്പൊ പ്രതിയായ അധ്യാപികയുടെ മനോധൈര്യമാണ് ഇവിടെ നമ്മൾ എടുത്തു കാണിക്കേണ്ടത്. എന്തുമാവാം, അവരുടെ കയ്യിൽ പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തുമാകാം എന്നൊരു ധിക്കാരമായിരുന്നു അവർക്ക്. അതുകൊണ്ടാണ് അവർ പല രീതിയിലും വ്യാജ വാർത്തകൾ സ്കൂൾ ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ചു. ഒരു അധ്യാപിക നില ചെയ്യാൻ പാടില്ലാത്ത സകല വൃത്തികേടുകളും, ഹിന്ദി അധ്യാപികയാണ്, ഈ സ്കൂളിൽ തന്നെ ഹിന്ദി അധ്യാപികയായിരുന്നു, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്തു. വ്യാജ വാർത്തകൾ ചമച്ചു. പല ഓൺലൈൻ ചാനലും പെയ്ഡ് വാർത്തകൾ ഉണ്ടാക്കി കൊടുത്തു. അത് ഗ്രൂപ്പുകളിൽ അവരുടെ സ്കൂൾ മാനേജ്മെന്റ് ഗ്രൂപ്പുകളിലും അധ്യാപകരുടെ ഗ്രൂപ്പിലും ഷെയർ ചെയ്തു. ഇത് ആരോടാണ്? സ്കൂളിനോടുള്ള അല്ലെങ്കിൽ മാനേജ്മെന്റിനോടുള്ള പകപോക്കലിന്റെ പേരിൽ വ്യക്തികളെയാണ് അവർ ഹത്യ ചെയ്ത് കളഞ്ഞത്. അല്ലെങ്കിൽ ഇവിടെയുള്ള അധ്യാപകൻ, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട മാനം, അദ്ദേഹത്തിന്റെ അഭിമാനം, അദ്ദേഹത്തിന്റെ ഫാമിലി, അതൊക്കെ ആര് പകരം കൊടുക്കും? നഷ്ടപ്പെട്ടു പോയ ആ വിദ്യാർത്ഥിനിയുടെ ഭാവി ആര് കൊടുക്കും? ഇവരുടെക്ക് ജാമ്യം കൊടുത്താൽ എല്ലാം അവസാനിച്ചു എന്നാണോ? ജാമ്യം കൊടുത്ത് അവർ ഇതാ പുറത്തിറങ്ങി വൃത്തിയായിട്ട് നടക്കുന്നു. വിസ്മയ ന്യൂസിന്റെ വളരെ എക്സ്ക്ലൂസീവായിട്ടൊരു അന്വേഷണ പരമ്പരയാണ് ഇവിടെ തുടങ്ങുന്നത്. നീതി കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോരാടുന്ന ന്യൂസാണ് വിസ്മയ ന്യൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യാപകനും ഈ വിദ്യാർത്ഥിനിക്കും നീതി കിട്ടുന്നവരെ വിസ്മയ ന്യൂസ് തീർച്ചയായിട്ടും ഇതിന്റെ പുറകിൽ തന്നെ ഉണ്ടാവും. കാരണം ഈ അധ്യാപിക എന്ന് പറയുന്നത് ഈ പണക്കൊഴുപ്പിന്റെയും അതോടൊപ്പം സ്വാധീനത്തിന്റെയും വലയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അകത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവർക്ക് എന്തുമാവാം. ഏത് ചാനലിലും പൈസയ്ക്ക് ആക്രാന്തം പിടിച്ചു നടക്കുന്ന ഏത് ചാനലിലും പോയി അവർ ചിലപ്പോൾ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചേക്കാം. വ്യാജ വാർത്തകൾ നമ്മുടെ നാട്ടിൽ പുത്തരിയൊന്നുമല്ല. വ്യാജ പീഡനങ്ങൾ ആണിനെതിരെയും പെണ്ണിനെതിരെയും കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിക്ക്, ഒരു വിദ്യാർത്ഥിനിക്ക് അവിടുത്തെ അധ്യാപകരിൽ നിന്ന് ഇല്ലാത്ത ഒരു പീഡനം ഉണ്ടായെന്ന് പരാതി കൊടുക്കുക. അവസാനം അധ്യാപകനും മാനേജരും ഈ പറയപ്പെടുന്ന പ്രതിയായ ടീച്ചറിനെ പീഡിപ്പിച്ചെന്നുള്ള വ്യാജ പരാതികൾ കൊടുക്കുക. ഇതൊക്കെ എങ്ങനെയാണ് ഒരു നോർമൽ സ്ത്രീക്ക് സാധിക്കുക, അല്ലെങ്കിൽ നോർമൽ അധ്യാപികയ്ക്ക് സാധിക്കുക? അവരെ ആരാണ് അധ്യാപികയാക്കിയത്? അവരുടെ മാനസികമായിട്ടുള്ള അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇതെല്ലാം അന്വേഷിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷാ നടപടി ഇതിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് ജാമ്യം അനുവദിച്ചത്. ഇവരൊക്കെയല്ലേ യഥാർത്ഥത്തിൽ ജയിലിൽ കിടക്കേണ്ടത്? മറിച്ച് ഈ അധ്യാപകനായിരുന്നു ഇതിൽ പ്രതിയായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവിടെ സംഭവിക്കുക? പോസ്റ്റർ കത്തിക്കൽ, സ്കൂളിന്റെ ആ നാട്ടിലെ MLA പോസ്റ്റർ കത്തിക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഉപരോധം, പിന്നെ ഇനി കാണിക്കാത്ത അല്ലെങ്കിൽ കാണിക്കാൻ പോകാത്ത പൊല്ലാപ്പുകളൊന്നും തന്നെ ഉണ്ടാവില്ല. ഒരുപക്ഷെ ആ അധ്യാപകനും അവരുടെ ഫാമിലിയും ഒരുപക്ഷെ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. അയാളായിരുന്നു പ്രതി. ഈ പറയപ്പെടുന്ന തെളിവുകളൊക്കെ അയാൾക്ക് പ്രതികൂലമായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. മറിച്ച് അത് ടീച്ചറാണത് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ, ഈ പറയപ്പെടുന്ന ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ, ഒരു പ്രതികാരത്തിന്റെ പേരിൽ, ഒരു കുടുപ്പകയുടെ പേരിൽ ടീച്ചറാണത് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ എന്തിനാണ് ഇതെല്ലാം അമുക്കി വെക്കുന്നത്? ഈ മാധ്യമങ്ങൾ പോലും അത് പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല.
മറിച്ചൊരു പുരുഷനാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന അധ്യാപകനാണ് ചെയ്തിരുന്നതെങ്കിൽ അയാളുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചു എന്ന് വ്യാജമാണെന്ന് തെളിയിക്കപ്പെടുന്നവരെയും അയാൾ ക്രൂശിലേക്കപ്പെടുമായിരുന്നു. എന്തായാലും അയാളുടെ ഭാഗത്ത് നീതിയും സത്യവുമാണ് വെളിപ്പെട്ടത്. അതോടൊപ്പം തന്നെ ആ വിദ്യാർത്ഥിനിയും തെറ്റുകാരിയല്ല. ആ വിദ്യാർത്ഥിനി ഒരു പ്രമുഖ സാറ്റലൈറ്റ് മാധ്യമത്തിന് കൊടുത്ത മൊഴിയിൽ ആ കുട്ടി പറയുന്നുണ്ട്, ഇതൊക്കെ കള്ളങ്ങളാണ്, ഞാൻ അധ്യാപകരെ ഒരു പ്രാവശ്യം എങ്ങാണ്ട് കണ്ടതായിട്ട് നേരെ ഓർമ്മയുള്ളൂ ആ പെൺകുട്ടിക്ക്. അതും അഡ്മിഷൻ എടുക്കാൻ ചെന്ന സമയത്ത് അവർ തളർന്നു വീണപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ച അധ്യാപകനും അവിടുത്തെ പ്രിൻസിപ്പളുമാണ് അവിടെ ഉണ്ടായിരുന്നത്. കൃത്യമായ ചികിത്സ, ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും കൊണ്ട് ഫേസ് ചെയ്യുന്ന ആരോഗ്യപരമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ നമ്മുടെ സ്കൂളുകൾ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ വിശ്വസിച്ച് അഡ്മിഷൻ എടുക്കുക? പ്രത്യേകിച്ചും ഗേൾസ് സ്കൂളിൽ എന്തിനായിരിക്കും ഒരു വിദ്യാർത്ഥിനി അഡ്മിഷൻ എടുക്കുക? സേഫായിട്ട്, ഇന്നത്തെ കാലം വളരെ മോശമായതുകൊണ്ട് സേഫായിട്ട് പഠിക്കുക. കുട്ടികളില്ല, ആൺകുട്ടികളില്ല, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഫ്രീഡവും കാര്യങ്ങളും സേഫ്റ്റിയും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. എങ്ങനെയാണ് അങ്ങനെ ഒരു ഗേൾസ് സ്കൂളിൽ ഒരു കുട്ടി അഡ്മിഷൻ എടുക്കുക? എന്ത് ധൈര്യത്തിൽ അവിടെ പാരന്റ്സിന് അവിടെ അഡ്മിഷൻ ഏകജാലകത്തിന്റെ പേരിൽ കിട്ടുന്ന ഒരു സ്കൂളിൽ, ഇങ്ങനെ ഒരു സ്കൂളിൽ എങ്ങനെ അഡ്മിഷൻ കൊടുക്കാൻ, എങ്ങനെ അവളെ പഠിപ്പിക്കാൻ പറ്റും സമാധാനത്തോടെ? കാരണം അവിടെ ഒരു അധ്യാപികയാണ് പ്രതിയായിട്ടിരിക്കുന്നത്. പീഡന പരാതി കൊടുത്തത് ഒരു അധ്യാപികയാണ്, അവരൊരു സ്ത്രീയാണ്. അവരെയൊക്കെ സ്ത്രീയായിട്ട് എങ്ങനെയാണ് കണക്കാക്കുക? എന്തായാലും അധ്യാപകനും ആ വിദ്യാർത്ഥിനിക്കും നീതി കിട്ടുന്നവരെ വിസ്മയ ന്യൂസ് അവരോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. വ്യാജ വാർത്തകൾക്കെതിരെ അനുസ്യൂതം വിസ്മയ ന്യൂസിന്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ക്യാമറാമാൻ വിപിൻ വേണുവിനൊപ്പം ശാരിക, വിസ്മയ ന്യൂസ്.